ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു സ്റ്റിച്ചിങ്, നമ്മുടെ ബ്ലൗസ് സ്റ്റിച്ചിങ്ങോ ചൂരിദാർ സ്റ്റിച്ചിങ്ങോ അറിയാത്തവർക്ക് പോലും ഒന്ന് തയ്ക്കാൻ മാത്രം അറിയുമെങ്കിൽ പോലും വീട്ടിലിരുന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നൊരു മാർഗ്ഗമാണ് നമ്മൾ കാണിച്ചു തരുന്നത്. ഇത് നമ്മുടെ സ്റ്റിച്ചിങ്ങിന് ശേഷം വരുന്ന കട്ട് പീസുകളാണ്, നമ്മുടെ വേസ്റ്റ് തുണികളാണ് ഇത്. ഈ ഒരു തുണികൾ നിങ്ങൾക്ക് ഏതെങ്കിലും ടൈലർ ഷോപ്പുകളിലോ അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് വീട്ടിലുള്ള പഴയ വസ്ത്രങ്ങളിൽ നിന്നോ നിങ്ങൾക്ക് ഇതുപോലെ പോലുള്ള പീസുകൾ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത് വെച്ച് എങ്ങനെയാണ് നമ്മുടെ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക എന്നാണ് നമ്മൾ കാണിച്ചു തരുന്നത്. ഇതുപോലുള്ള പീസുകൾ നിങ്ങൾക്ക് ഏത് സ്റ്റിച്ചിങ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള വേസ്റ്റ് പീസുകൾ കിട്ടും. നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആദ്യം നമ്മുടെ ഈ ഒരു പീസുകളെ നമ്മൾ ഇതുപോലുള്ള പീസുകളായി കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതുപോലുള്ള ചെറിയ ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമ്മളിത് ഈ ഒരു പീസ് നമ്മൾ ഒരേ അകലമുള്ള കണ്ടോ, അകലം വീതിയും നീളവും ഒക്കെ ഒരേപോലുള്ള 3.5 ഇഞ്ച് അകലവും അതുപോലെ തന്നെ ഇതുപോലെ വിഡ്ത്തും നീളവും ഒക്കെ ഒരേ രീതിയിലുള്ള നമ്മുടെ സ്ക്വയർ ആയിട്ട് ഒരു പീസാണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കേണ്ടത് കണ്ടോ. ഇത് നമുക്ക് എത്ര തുണിയും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ 2 പീസുകൾ എടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലുള്ള 2 പീസുകളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു പീസിൻ്റെ വിഡ്ത്ത് നമ്മൾ കൊടുക്കുന്നത് കണ്ടോ 17 ഇഞ്ചാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ നീളം നമ്മൾ കൊടുക്കുന്നത് 28 ഇഞ്ചാണ്. 2 പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരേ അളവിലുള്ള 2 പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു പീസിൽ നമ്മൾ ആദ്യം ഈ ഒരു സൈഡിൽ നിന്ന് കണ്ടോ, ഈ ഒരു കോണിൽ നിന്ന് നമ്മളൊരു 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കണ്ടോ. 4.5 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ 4.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ സ്കെയിൽ കൊണ്ട് ഇതുപോലെ വരിക കണ്ടോ. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കണ്ടോ. 3.5 ഇഞ്ച് ഇവിടെയും 3.5 ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതുപോലെ വരുന്നു. ഇനി നമ്മൾ എല്ലാ സ്ഥലത്തും 3.5 ഇഞ്ചാണ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ വരഞ്ഞെടുക്കേണ്ടത്. നമ്മൾ ആദ്യം മാത്രം നമ്മുടെ ആ കോർണറിൽ നിന്ന് മാത്രം നമ്മൾ 4.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇതുപോലെ 3.5 ഇഞ്ച് കണ്ടോ. ഇതുപോലെ എത്രയാണോ നമ്മുടെ തുണിയുടെ ലെങ്ത്ത് കൊടുത്തിരിക്കുന്നത് അതുവരെ നമ്മൾ ഇതുപോലെ വരഞ്ഞെടുക്കും കണ്ടോ. ഇതുപോലെ വരച്ചെടുക്കുന്നു. ഇനി നമ്മൾ ഒരു സൈഡിൽ നമ്മൾ വരച്ചെടുത്തു. ഇനി നമ്മൾ ഇവിടെയും നമ്മൾ 4.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഈ ഒരു കോണിൽ നിന്ന് കണ്ടോ, ഇവിടെയും നമ്മൾ 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ നമ്മൾ ഇതുപോലെ വരയുന്നു കണ്ടോ. ഇനി അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മൾ 3.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു കണ്ടോ. ഇതുപോലെ 3.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ നേരത്തെ വരഞ്ഞതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും കണ്ടോ നമ്മളിത് ഇതുപോലെ മുഴുവനായി നമ്മൾ ഈ ഒരു പീസ് നമ്മൾ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസിനെ ഇതുപോലെ കണ്ടോ, ഇതുപോലെ നമ്മുടെ ഈ ഒരു മാർക്കിന് കറക്റ്റായി വെച്ച് കൊടുത്ത് സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്യുക. ഈ ഒരു സൈഡ് ഭാഗം നിങ്ങൾ മടക്കി തയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കണ്ടോ. ഈ ഒരു കോണിൽ നമ്മൾ ആ ഒരു രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. നമുക്കിനി ഒരുപോലുള്ള കണ്ടോ, ഇത് നമുക്ക് 2 പീസും നമുക്ക് ഒരേ കളറിലുള്ള പീസാണുള്ളത്. ഇനി നിങ്ങൾക്കിത് ഒരേ കളറിലുള്ള പീസ് ആകണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഡിസൈൻ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്കിത് ഡിസൈൻ ചെയ്തെടുക്കാൻ കഴിയും. നിങ്ങളുടെ മനസ്സിലുള്ള മോഡൽ എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. എന്നാൽ നമ്മളിത് ഒരേ കളറിലുള്ള പീസ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ഈ രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് കണ്ടോ, അതിനുശേഷം നമ്മുടെ രണ്ടാമത്തെ കളറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മറ്റൊരു കളർ അതുപോലെ വെച്ച് കണ്ടോ നമ്മൾ ഇവിടെ നമുക്ക് ആ ഒരു ബോക്സ് ടൈപ്പിൽ അല്പം കൂടുതൽ വലിപ്പത്തിൽ നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്യാൻ കഴിയുന്നുണ്ട് കണ്ടോ. ഇവിടെ ഈ ഒരു കോണിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് രണ്ടാമത്തെ പീസ് കണ്ടോ, നമ്മൾ നേരത്തെ നമ്മൾ സൈഡ് വശത്ത് മാത്രമാണ് വെച്ചത്. ഇനി നമ്മൾ ഇതുപോലെ ആ ഒരു ബോക്സിന് കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ വെച്ച് നമ്മൾ ഇതുപോലെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്യുക കണ്ടോ. നമ്മൾ ഈ ഒരു പീസിൻ്റെ സൈഡ് ഭാഗമൊന്നും മടക്കി തയ്ക്കുന്നൊന്നുമില്ല. നമ്മൾ ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അല്പം തയ്ക്കാൻ അറിയുന്നവർക്ക് പോലും നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കണ്ടോ. യാതൊരു ചിലവുമില്ലാതെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണിത്. ഇനി നമുക്കിതുപോലെ കണ്ടോ. അപ്പം നമ്മുടെ ആ ഒരു കോണിനനുസരിച്ച് നമ്മുടെ ആ ഒരു ഒരേ കളറിലുള്ള പീസാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു ഡിസൈനിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും ഇതുപോലെ ചെയ്യുമ്പോൾ. ഇനി നമ്മൾ ഇതുപോലെ കണ്ടോ, നമുക്ക് അടുത്ത കളർ നമുക്ക് ഇതുപോലുള്ള സെയിം പീസ് നമുക്കിതുപോലെ സെയിം പീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഈ ഒരു രീതിയിൽ ഡിസൈൻ ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ വെച്ച് നമുക്ക് തയ്ച്ചെടുക്കാം.
അപ്പോൾ നമ്മൾ ഇതുപോലെ കണ്ടോ ആ ഒരു രീതിയിൽ നമ്മളിത് തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തയ്ച്ചെടുത്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇതിൻ്റെ സൈഡ് വശം നമ്മളിത് കട്ട് ചെയ്ത് മാറ്റുകയാണ്. കേട്ടോ, സൈഡിൽ നമുക്ക് എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. കണ്ടോ, അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡ് വശങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഈ ഒരു നമ്മുടെ സൈഡ് വശമൊക്കെ നമ്മൾ മടക്കി തയ്ച്ചിട്ടില്ലല്ലോ, ആ ഒരു ഭാഗം നമുക്കൊന്ന് കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ 1 ഇഞ്ച് വീതിയിൽ നമുക്ക് ഇതുപോലെ അല്പം നീളത്തിലുള്ള പീസുകളാണ് നമ്മൾ ഇതിനു വേണ്ടി കട്ട് ചെയ്തെടുക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് വേസ്റ്റ് പീസിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു സൈഡ് നമ്മൾ ഇതുപോലെ ഈ ഒരു സൈഡ് വശത്ത് വെച്ച് കൊടുത്ത് കണ്ടോ ഇതുപോലെ വെച്ച് ഇവിടെ നമ്മൾ ഇതുപോലെ മടക്കി കണ്ടോ ഈ ഒരു സൈഡ് മടക്കി നമ്മൾ ഇതുപോലെ തയ്ച്ചെടുക്കുക. കണ്ടോ ഇതുപോലെ മടക്കി തയ്ച്ചെടുക്കുന്നു. ഇനി അതിനുശേഷം ഇതിൻ്റെ രണ്ടാമത്തെ സൈഡ് കണ്ടോ ഇവിടെ ഇതുപോലെ മടക്കി ഇവിടെ നമ്മളിത് തയ്ച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ നമ്മൾ ആ ഒരു പീസ് നമ്മുടെ സൈഡ് വശം മടക്കാതെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു പീസിൻ്റെ സൈഡ് വശങ്ങളൊക്കെ ഈ ഒരു പീസിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് കവർ ചെയ്ത് നമുക്ക് കിട്ടും. കണ്ടോ, അപ്പോൾ നമുക്കിതിൻ്റെ ഈ ഒരു സൈഡ് വശമൊക്കെ നമുക്ക് കവർ ചെയ്ത് കിട്ടിയിട്ടുണ്ട് 2 പീസിൻ്റെയും. ഇനി നമുക്ക് ഇതുപോലെ നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ വെച്ച് എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ കണ്ടോ ഇതുപോലെ നമ്മുടെ ആവശ്യമനുസരിച്ച് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കണ്ടോ ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ ഇതുപോലെ നിങ്ങൾക്ക് മടക്കി മടക്കി തയ്ച്ചാൽ മതി. ആ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ സൈഡിൽ നിന്ന് കണ്ടോ നമുക്കതിൻ്റെ രണ്ടാമത്തെ ഭാഗം നമുക്ക് ഇതുപോലെ തിരിച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സൈഡും നമുക്ക് അതുപോലെ തന്നെ കണ്ടോ ആ ഒരു ആദ്യം സ്റ്റിച്ച് ചെയ്തിട്ടുള്ള പീസിൻ്റെ മുകളിൽ കൂടിയാണ് ക്രോസിൽ രണ്ടാമത്തെ സ്റ്റിച്ചിങ് വരുന്നത്. കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കണ്ടോ ഈ ഒരു എല്ലാ ഭാഗവും ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ വന്നു കഴിഞ്ഞു. കണ്ടോ എല്ലാ ഭാഗത്തും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ സൈഡ് ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു. നമ്മൾക്ക് ഇവിടെ എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് അതുപോലെ നേരത്തെ കട്ട് ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നമ്മളിതൊരു പീസിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ഉൾവശത്ത് വെക്കുക. നമ്മൾ നേരത്തെ 2 പീസ് ഒരേ വലുപ്പത്തിലുള്ളത് എടുത്തിരുന്നു, അത് ആ ഒരു പീസിനെ വെക്കുന്നു. അതിനുശേഷം നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു പീസിൻ്റെ ഇതുപോലെ അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്ക് സൈഡിൽ കൂടി കണ്ടോ ഇതിൻ്റെ സൈഡിൽ കൂടി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ ഇവിടെ നിന്ന് ഇതിൻ്റെ ഇതുപോലെ ഇവിടെ നിന്ന് ഇതുപോലെ സൈഡിൽ കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ ഈ ഒരു സൈഡ് വശമൊക്കെ കറക്റ്റ് പിടിച്ച് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡ് വശമാണ് നമുക്ക് തയ്ക്കാനുള്ളത്. അപ്പോൾ സൈഡ് വശം തയ്ക്കാൻ വേണ്ടി നമ്മളൊരു പീസ് നേരത്തെ നമ്മൾ 1 ഇഞ്ച് വീതിയിലുള്ള പീസാണ് എടുത്തത്. എന്നാൽ ഇപ്പോൾ നമ്മളിതൊരു 1.5 ഇഞ്ച് വീതിയിലുള്ള പീസാണ് എടുക്കുന്നത്. ഈ ഒരു പീസിനെ നമ്മുടെ കണ്ടോ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ച പീസിൻ്റെ ഇവിടെ കണ്ടോ ഈ ഒരു ഭാഗം നമ്മൾ ആദ്യം ഇതുപോലെ മടക്കി കൊടുത്ത് ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് ചെയ്യുക. ഇതുപോലെ കറക്റ്റ് വെച്ച് എല്ലാ സ്ഥലത്തും ഈ ഒരു കോണിലെത്തിയാൽ ഇവിടെ ഇതുപോലെ നിർത്തി ഇവിടെ നിന്ന് നമ്മുടെ ആ ഒരു പീസ് നമ്മുടെ ഈ ഒരു ചെറിയൊരു പീസിനെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത് ഇവിടെ നിന്ന് നമ്മളത് വീണ്ടും സ്റ്റിച്ച് ചെയ്യുന്നു. ഇതുപോലെ നമുക്ക് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റിച്ചിങ് തുടങ്ങിയത്. ഈ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ മുകളിലേക്ക് കണ്ടോ ഈ ഒരു സ്റ്റിച്ച് തുടങ്ങിയിട്ടുള്ള സ്റ്റിച്ചിൻ്റെ മുകളിലേക്ക് ഒരു 2 ഇഞ്ചെങ്കിലും കൂടുതൽ വരുന്ന രീതിയിൽ ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു. ഇനി നമ്മൾ ഇതിനെ ഒന്ന് നഖം വലിച്ചു കൊടുത്ത് കണ്ടോ ഇതിനെ ഒന്ന് നല്ലവണ്ണം ഇതൊന്ന് മറിച്ചിടുകയാണ്. മറിച്ചിടുവാൻ വേണ്ടി ഇതുപോലെ നല്ലവണ്ണം ഒന്ന് നിവർത്തി കൊടുത്ത് കണ്ടോ ഇനി നമ്മുടെ നല്ല വശത്തേക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗം കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ ഇവിടെ കണ്ടോ നമ്മൾ ഈ ഒരു മടക്കി തയ്ച്ചിട്ടുള്ള ആ ഒരു ഭാഗത്ത് നിന്ന് ഇതുപോലെ മടക്കി കണ്ടോ വീണ്ടും ഒരു മടക്കൂടി മടക്കി കണ്ടോ നമുക്കപ്പോൾ അവിടെയുള്ള ആ ഒരു സൈഡ് വശം നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങിയിട്ടുള്ള ആ ഒരു സൈഡ് വശമൊക്കെ നമുക്കത് കവർ ചെയ്ത് കിട്ടും. ഇതുപോലെ
കേട്ടോ. ഈ ഒരു കോണവശമൊക്കെ നല്ല വൃത്തിയിൽ ഇതുപോലെ മടക്കി കൊടുത്ത് നമുക്കിത് സ്റ്റിച്ചിങ് ചെയ്യാം. കേട്ടോ, എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ മടക്കി കൊടുക്കാം. ഇതുപോലെ കറക്റ്റ് നമ്മുടെ ഈ ഒരു കോണവശമൊക്കെ നല്ല വൃത്തിയോടുകൂടി മടക്കി നമുക്കിതുപോലെ സ്റ്റിച്ചിങ് ചെയ്യാവുന്നതാണ്. കണ്ടോ, നമ്മുടെ ആ ഒരു സ്റ്റിച്ച് തുടങ്ങിയിട്ടുള്ള ആ ഒരു ഭാഗം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗം കണ്ടോ, നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു നല്ലൊരു ഡോർമാറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തയ്ക്കുവാൻ മാത്രം അറിയുമെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതുപോലെ വീട്ടിലിരുന്ന് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.